ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിരിക്കുന്നു. നമ്മളിന്നിവിടെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചമ്മന്തിപ്പൊടി ചോറിൻ്റെ കൂടെ ഏറ്റവും എളുപ്പത്തിൽ സെർവ് ചെയ്യാൻ പറ്റുന്നതും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഹോസ്റ്റൽ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനും പ്രവാസികൾക്കൊക്കെ കൊടുത്തു വിടാനുമൊക്കെ പറ്റുന്ന നല്ലൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 2 തേങ്ങ കേട്ടോ, കപ്പല്ല, 2 തേങ്ങയാണ് ചിരവി എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 8 വറ്റൽമുളക്, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതാണ്, പുളി. ഇതെല്ലാമാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ഒരു കട്ടിയുള്ള ചട്ടി അടുപ്പിൽ വെക്കാം. സ്റ്റീൽ പാത്രം അടി പിടിക്കും, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ എടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ അടി കട്ടിയുള്ള ഇരുമ്പിൻ്റെ ചട്ടിയോ എന്തെങ്കിലുമാണ് അതിന് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ചട്ടിയിലേക്ക് കുറച്ച് ചെറുതായിട്ട് ഒഴിച്ചാൽ മതി. ഇതൊന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വാട്ടിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെറിയ വെളുത്തുള്ളി ഇട്ടിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാടി വരുമ്പോൾ അതിലേക്ക് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതൊന്നും ഇട്ടില്ലെങ്കിലും ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം കേട്ടോ, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. പിന്നെ ഇതൊന്നും ഇടാതെ വെറുതെ വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ ഇത് മാത്രം വെച്ചിട്ടും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ അതൊക്കെ ഇട്ടത് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പെട്ടെന്ന് കുറച്ച് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി വറുത്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഇത് ഡ്രൈ ആയി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് കമ്മിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിൽ കറിവേപ്പില കുറച്ച് കൂടുതൽ നമ്മൾ ചേർത്തുന്നതുകൊണ്ട് ഇതിന് കറിവേപ്പില കട്ടി എന്നും പറയും കേട്ടോ ചില സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഏകദേശം ഇത് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്ന് ഫ്ലെയിം കമ്മിയാക്കി വെക്കാം. എന്നിട്ട് കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. പുളി ഇടണമെന്നില്ല, പിന്നെ എന്നാലും അതിൻ്റെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായി ഇളക്കിയിട്ട് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്താണ്ട് ഇത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. അപ്പോൾ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് എങ്കിലൊക്കെ ഇതിലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 1/2 ടീസ്പൂൺ മല്ലി മുഴുവനായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇതുപോലെ പരത്തി വെച്ചിട്ട് ചൂടാറാൻ വെക്കാം. നല്ല ആറുന്നതിന് മുമ്പ് കുറഞ്ഞ ചൂടിൽ തന്നെ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആറിയിട്ടുണ്ട്, ചെറിയ ചൂടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് നമ്മൾ ഒറ്റയടിക്ക് അരച്ചെടുക്കാൻ പാടില്ല, നിർത്തി അരക്കണം കേട്ടോ, അടിക്കണം മിക്സി അടിക്കുമ്പോൾ.
എന്താണെന്ന് വെച്ചാൽ ഒരേ അടിയെ നമ്മൾ അടിക്കുമ്പോൾ അത് വറുത്ത് അരച്ച തേങ്ങ അരച്ച പോലെയാകും. അപ്പോൾ പൊടി പോലെ കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ തൽക്കാലം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഓരോ സെക്കൻഡ് നിർത്തി നിർത്തി വേണം അടിച്ചെടുക്കാൻ. 2-3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടിച്ചെടുക്കാം. ഓരോ സെക്കൻഡ് നിർത്തി ഒരു 3 സെക്കൻഡ് ഇങ്ങനെ തിരിച്ച് അടിക്കാം. എന്നിട്ട് വീണ്ടും വെച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതായിപ്പോൾ നല്ല ഇതായിട്ടുണ്ട്. നമ്മളെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ഇത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത നല്ല ബോട്ടിലിലിട്ട് നമുക്ക് അടച്ച് വെക്കാം. പിന്നെ നമ്മളിതിന് എടുക്കുന്ന സ്പൂണ് എല്ലാം വെള്ളമയം ഇല്ലാത്ത ഡ്രൈ ആയ സ്പൂണായിരിക്കണം എടുക്കേണ്ടത്. 1 മാസത്തിൻ്റെ മേലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. 1 മാസം വരെയൊക്കെ നമുക്ക് പുറത്ത് കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.